CPMന്റെ SC ലീഡേഴ്സ് BJPയിൽ വരുമ്പോൾ സങ്കടം ഓക്കെ ഉണ്ടായിക്കോട്ടെ, പ്രതിഷേധിക്കാം. പക്ഷെ എന്തും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് CPM മനസ്സിലാക്കണം. 24 മണിക്കൂർ അത് പിൻവലിച്ചില്ലെങ്കിൽ, മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആ വ്യക്തിൻ്റെ എതിരെ ക്രിമിനൽ കേസ് എടുക്കും. അതിനെ ലോജിക്കൽ കൺക്ലൂഷൻ വരെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ CPMന് എന്താണ് ഇന്ന് എന്തൊരു പ്രയാസം, എന്താണ് സങ്കടം? ഒരു ഉദാഹരണം ഞാൻ പറയാം. 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് 2 മാൻഡേറ്റ് കിട്ടിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ. ഒരു 2 മാസം മുമ്പേ വലിയ പേപ്പറിലെല്ലാം അഡ്വർടൈസ്മെൻ്റ് എടുത്തു, ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എന്താണ് സത്യം? മുഖ്യമന്ത്രി പറയുന്നു ദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പിന്തുണ ഒരു ബൂസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരു MP പറയുന്നു ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര ലോ ആണ് കേരളത്തിൽ. എന്താണ് സത്യം? അട്ടപ്പാടിയിൽ ട്രൈബൽ മേഖലയാണ്. 115 ഇൻഫൻറ്റ് ഡെത്ത് ആണ് നടന്നിരിക്കുന്നത് അട്ടപ്പാടിയിൽ. ഇതാണ് സത്യം. ഈ RTI ഇന്ന് കിട്ടിയ ഈ ഫാക്റ്റാണ് ശരിക്കും 10 കൊല്ലം ഭരിച്ച CPMന്റെ ഒരു ഗിഫ്റ്റ്, ഒരു റിസൾട്ട്. ആരോഗ്യ മേഖല, ഒരു ബേസിക് ഹെൽത്ത് കെയർ ജനങ്ങളുടെ ജനമാവകാശമാണ്. 70 കൊല്ലം കോൺഗ്രസും CPM ഭരിച്ചിട്ട് ഇന്നും അട്ടപ്പാടിയിൽ ഇങ്ങനെ ഒരു സ്ഥിതിയാണെന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ CPMും കോൺഗ്രസ്സിന് ഒരു താല്പര്യമില്ല. ബാക്കിയെല്ലാം എന്നെക്കുറിച്ച് നുണ പറഞ്ഞ് എന്തെങ്കിലും വിവാദങ്ങൾ സൃഷ്ടിച്ച് പ്രചരണം നടത്തി ഇലക്ഷൻ്റെ 10-20 ദിവസം മുമ്പേ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഓരോന്ന് പറയാ. പക്ഷെ ജനങ്ങൾ അവസരം തന്നിട്ടുണ്ട്. 70 കൊല്ലം കോൺഗ്രസിനും CPMനും അവസരം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് 2025-26 ഇതാണ് സ്ഥിതി അട്ടപ്പാടിൻ്റെ. എന്നിട്ടാണ് ഹോർഡിങ്ങിൽ പറയുന്നത് മറ്റാരാണെന്ന്. ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. മറ്റ് ആരാണെന്ന് മാറ്റം ഈ ഇലക്ഷനും ജനങ്ങൾ തീരുമാനിക്കേണ്ടത് BJP NDA ആണ്.